ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കൊച്ചടുക്കളയിൽ ഞാൻ ചില ജോലിയിലൊക്കെയാണ്. ഇന്ന് രാവിലെ ഭയങ്കര മഴക്കമുള്ളൂ, അപ്പോൾ ഇരുണ്ട് കിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആണ്. ആക്ച്വലി പറഞ്ഞാൽ തുടങ്ങാൻ പോകണമെന്നുള്ളതേ ഉള്ളൂ. കാര്യം നമുക്ക് ഈ കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ചെയ്തു വയ്ക്കാം. അതായത് വെള്ളത്തിൽ അരി കുതിരാനായിട്ട് വയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് അപ്പം. സാധാരണ അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ അരച്ച് മാവ് കലക്കി ഫെർമെൻറ്റ് ചെയ്യാനൊക്കെ വെക്കേണ്ടത്. ഇത് അതൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് കുറച്ച് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 2-3 മണിക്കൂർ കുതിർത്ത അരി ഉണ്ടെങ്കിൽ, കുറച്ച് ചോറുമുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് അപ്പം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് അപ്പം, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറി മാറി പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് അപ്പവും അതിൻ്റെ കൂടെ ഒരു സാധാരണ ഉരുളക്കിഴങ്ങ് കറി. ഓക്കെ, ഒരു ഉരുളക്കിഴങ്ങ് മസാല ചേർത്തുണ്ടാക്കണ കറി, ഇറച്ചി പോലെ എന്ന് പറയും. അപ്പോൾ ഇത് സത്യത്തിൽ ഈ ഒരു വിഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും എനിക്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു ക്രേവിങ് ഉണ്ടായിരുന്നൊരു ഫുഡാണ്. അതായത് എൻ്റെ മകളെ പ്രസവിക്കാനായിട്ട് അതിൻ്റെ ഫസ്റ്റ് എന്താ പറയുക പ്രഗ്നൻസി പീരീഡിൽ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ കഴിക്കാൻ ആഗ്രഹം തോന്നിയ ഒരു കാര്യമാണ് ഈ ഉരുളക്കിഴങ്ങ് കറിയും അപ്പവും. ഓക്കെ, ഇങ്ങനെ അപ്പം ഉരുളക്കിഴങ്ങ് കറി എന്നുള്ള ഒരു കോമ്പിനേഷൻ, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്തായാലും ഇന്നിപ്പോൾ അത് തന്നെയാണ് ഐറ്റം. എല്ലാവർക്കും ഇഷ്ടമുള്ള അരിയാണ്. അപ്പോൾ ഇതിന് ഞാൻ വെള്ളത്തിൽ അരി പക്ഷേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, പച്ചരി, നല്ല ഇനം പശയില്ലാത്ത പച്ചരി, അത് 1 കപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ വേണം. അപ്പം നമ്മുടെ ഫ്രഷ് തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും മതി. ഓക്കെ, നമുക്ക് അരി ഇടാം. ഇത് 1 കപ്പ് അരിയാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ് വൈറ്റ് റൈസ് വേവിച്ചത്, വെള്ളച്ചോറ്, അതൊരു കപ്പ് ഇടാം. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ, 1 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത്ര മതി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ ഇതാണ്, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ മധുരം കൂടുതൽ ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ ബാക്കി ആർക്കും വേണ്ട, പ്രത്യേകിച്ച് ഭോജനം മധുരം ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് മതി. ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, നോക്കിക്കോളൂ, കുറേശ്ശെ ഒഴിക്കാം. വീണ്ടും കുറച്ച് തിക്കായി. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 1 കപ്പോളം വെള്ളം വേണ്ടി വരും. ഓക്കെ, ഇതിപ്പോൾ തേങ്ങയുടെ വെള്ളമാണെങ്കിലും കുറേ കൂടി ഗംഭീരമായിരിക്കും. പ്ലെയിൻ വാട്ടറിന് പകരം തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഓക്കെ, കംപ്ലീറ്റ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഓക്കെ. ഇത് കറക്റ്റ് നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്, ഒട്ടും തരിയില്ലാണ്ട്. കറക്റ്റ്, ഇത് മതി. അപ്പോൾ ആക്ച്വലി കറക്റ്റ് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്, കണ്ടല്ലോ. അപ്പോൾ ആ 1 കപ്പ് വെള്ളത്തിന് പകരം ഞാൻ പറഞ്ഞല്ലോ കരിക്കിൻ്റെ വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. കരിക്കിൻ്റെ അല്ല, സോറി, തേങ്ങയുടെ വെള്ളം. ഓക്കെ, ഈ തേങ്ങയ്ക്ക് പകരം കരിക്കായാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് തേങ്ങ എപ്പോഴും അവൈലബിൾ ആയിരിക്കും, കരിക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ചോറാണെങ്കിലും നമുക്ക് തലേ ദിവസം തന്നെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും. വൈറ്റ് റൈസ് വേവിച്ചത് ചിലപ്പോൾ ഫ്രിഡ്ജിലുണ്ടാകാം. പിന്നെ അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 കപ്പ് റൈസ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് കിടന്നാൽ രാവിലെ സുഖമായിട്ടുണ്ടാകും. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റുന്നു, എന്നിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഓക്കെ, ഇച്ചിരി ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് അപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ചുട്ടു തുടങ്ങാം. പക്ഷെ നമുക്ക് കറി ആയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് കറിക്ക് വേണ്ട പരിപാടികളും കൂടെ ചെയ്തിട്ട്, എന്നിട്ട് ഏതായാലും ആ സമയം അത്ര 1 അരമണിക്കൂർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ ഇത് സോഡാപ്പൊടി ഇട്ടും ചെയ്യാം, ഇടാതെയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ സോഡാപ്പൊടി ആദ്യം ചേർക്കുന്നില്ല, നമ്മൾ വിത്തൗട്ട് സോഡാപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. ഓക്കെ, ഇനി ഉരുളക്കിഴങ്ങ് കറി. സവാള, അതെ, എല്ലാം അരിയാൻ പോകും. 2 ഉരുളക്കിഴങ്ങും 3 സവാള. ഇത് മീഡിയം ആണെങ്കിൽ, ഇതിപ്പോൾ ചെറുതും 2 ചെറുത്, അങ്ങനെ പറയാം. എന്തായാലും ഈ സൈസാണെങ്കിൽ 3 എണ്ണം, വലുതാണെങ്കിൽ 2. ഓക്കെ, ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം ആകാം. ഇഞ്ചി അതുപോലെ
ഭയങ്കര ഫൈനായിട്ട് പൊടിയായിട്ട് അരിയണമെന്നില്ല, ഇങ്ങനെ അരിഞ്ഞാൽ മതി. പച്ചമുളക് ഒരു 2 എണ്ണം. ഇനി ഇവിടെ ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആണെങ്കിൽ 1 എണ്ണം, ഇതിപ്പോൾ ചെറുതായതുകൊണ്ട്. എന്താ ലാസ്റ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങിന് പീസസ്. കുറച്ചൊക്കെ വെന്ത് ഉടഞ്ഞാലും ചില പീസസൊക്കെ ഇച്ചിരി ഉടയുന്നത് നല്ലതായിരിക്കും. 2 മീഡിയം സൈസ് അല്ലെങ്കിൽ 2 വലുതാണെങ്കിലും കുഴപ്പമില്ല ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് അരിഞ്ഞ് തീർക്കാമല്ലോ, കുക്കറിൽ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാം. വയറ്റലും എല്ലാം കുക്കറിൽ തന്നെ ആകുമ്പോൾ ഫാസ്റ്റായിട്ട് കാര്യം നടക്കും. ഇച്ചിരി വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ആദ്യം നമുക്ക് ഒരുപാട് വേണ്ട, നമ്മളൊരു 1 ടേബിൾ സ്പൂണിനകത്ത്. ഓക്കെ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ആദ്യം ഒന്ന് വഴറ്റാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, മൂന്ന് കാര്യങ്ങളും ആദ്യം ചേർക്കാം. ഓക്കെ, ചെറുത്ത കളർ മാറാൻ തുടങ്ങുന്നു. വാടിക്കഴിഞ്ഞ് സവാള. ഇതൊന്നും അധികം സമയമൊന്നും എടുക്കുന്ന കാര്യമല്ല, പെട്ടെന്ന് പെട്ടെന്നാകും. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഭാഗം ചെറുതായിട്ട് അതൊന്ന് നന്നായിട്ട് വാടി ആ സവാളയുടെയൊക്കെ നിറം ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുന്ന ആ സമയം ഉരുളക്കിഴങ്ങ് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കുറയ്ക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. മുളക് പൊടി എരിവിനനുസരിച്ചിട്ടാണ്, ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം. പിരിയൻ മുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഞാൻ ഇട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ 1.25 മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം. അതിൻ്റെ ഒരു പച്ചച്ചുവ മാറണം, അത്രേ ഉള്ളൂ. ഇത് കുക്കർ ആയതുകൊണ്ട് താഴെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ തോന്നും, കുഴപ്പമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കും. കഴിഞ്ഞു. ഇനി വെള്ളം. ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു. അപ്പോൾ ഇതിൽ സ്റ്റിക്ക് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ആ വെള്ളത്തിൻ്റെ കൂടി ചേർന്ന്, അപ്പോൾ ഒന്നും വേസ്റ്റായി പോവില്ല, എല്ലാ പൊടികളും നമുക്ക് കിട്ടും. ഞാൻ വീണ്ടും തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ ടൊമാറ്റോയുടെ പീസസ് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി, കുഴപ്പമില്ല. കുക്കർ ഒന്ന് അടച്ചിടാം, വേഗട്ടെ. ഒറ്റ വിസിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക 1 വിസിൽ കേൾക്കാനായിട്ട് ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചു. അത് കുറച്ചുകൂടി ചെറിയ, അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ എന്ന് പറയാം. ഫുൾ ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിം. ഒറ്റ വിസിൽ. ആ 1 വിസിൽ വന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് വിസിൽ വരരുത്, അതിന് മുമ്പേ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് ഉടനെ തുറക്കും വേണ്ട, ആ ആവി അകത്തിരുന്ന് അത് കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ എന്തായാലും 1-1.5 വിസിൽ കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പം ലാസ്റ്റ് പരിപാടി അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നമ്മളിത് എല്ലാം കൂടി എത്ര മിനിറ്റ് എടുത്തു? ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഞാൻ അരിയാനും ഈ കാര്യങ്ങളെല്ലാം മാക്സിമം ഒരു 10 അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു, 10 to 12 മിനിറ്റ്സ്. പിന്നെ വേകുന്ന സമയം അപ്പത്തിൻ്റെ മാവ് റെഡി. ഒന്നും ചെയ്യാനില്ല, തീർന്നു, പണി കഴിഞ്ഞു. അപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അപ്പോൾ ഞാൻ തുറന്ന് നോക്കി, കറക്റ്റാണ്. വീണ്ടും ഒന്ന് അടുപ്പ് കത്തിച്ചിട്ട് വെറുതെ ഒന്ന് തവട്ടിക്കാം. ഇത് നോക്കിയേ, പീസസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല, വേണമെങ്കിൽ ഉടയ്ക്കാൻ പറ്റും, അത്രയ്ക്ക് കറക്റ്റാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടയുന്നതിൽ തെറ്റില്ല. നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ ചില പീസസ് എല്ലാം ഉടയും. ഒരല്പം ഉപ്പും കൂടി വേണം. ഓക്കെ, ആവശ്യത്തിന് എരിവുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കും. കുറച്ച് തേങ്ങാപ്പാൽ, ഇച്ചിരി തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ മതി. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ നന്നായിട്ട്. പീസസ് മുഴുവനേ ഉണ്ട്, കുറച്ച് ഉടച്ചിങ്ങനെ ഇടുന്നതും നല്ലതാണ്, കറിയുടെ കൊഴുപ്പ് കൂട്ടും. ഓക്കെ, ടൊമാറ്റോ ഒന്നും അങ്ങനെ വെന്ത് പേസ്റ്റായി പോയിട്ടില്ല, കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ പാകം.
ഉരുളക്കിഴങ്ങ് കറി റെഡി. പാത്രത്തിലേക്ക് മാറ്റാൻ കൊണ്ടുവന്നിട്ട് താളിച്ചൊഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ മതിയെന്ന് പറഞ്ഞു. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് താളിക്കാനും ഉപയോഗിക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അപ്പം ചുട്ട് തുടങ്ങാം. ഓക്കെ, അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള നല്ല കുറുകിയ കറി. അപ്പോൾ സെയിം അടുപ്പിൽ തന്നെ താളിക്കൽ പ്രക്രിയയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ഥിരം പാത്രമാണ് ഇപ്പോൾ താളിക്കുക. കുറച്ച് വെളിച്ചെണ്ണ, കടുക്, പച്ചമുളക്, കറിവേപ്പില ഇത്രയും മതി. പിന്നെ നമ്മൾ ഒരല്പം മുളക് പൊടിയും കൂടി അതിനകത്തേക്ക് ഇടും. എന്ന് വെച്ചാൽ ഇതിങ്ങനെ മുകളിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാം. താളിച്ചൊഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും നമ്മുടെ കറിക്ക്. 1 ടേബിൾ സ്പൂൺ എണ്ണ. ഓക്കെ, മതി. 1 ടീസ്പൂൺ കടുക്, ഒരു 3-4 പച്ചമുളക്. ചൂടിൽ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഈസ് റെഡി. ഇനി അപ്പം ചുട്ട് തുടങ്ങാം. ഇത് ഭംഗിയായിരിക്കണം അല്ലേ? താളിച്ചൊഴിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇനി ഇത് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുമ്പോഴാണ് ആഹാ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം താളിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനെടുത്ത് അത്രയും സമയം നമ്മുടെ മാവ് ഇരുന്നല്ലോ. ഇൻസ്റ്റൻ്റ് അപ്പം ആണെങ്കിലും അത്രയും സമയം ഇരുന്നപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവുള്ളൂ. ഇനി ചുട്ട് തുടങ്ങാം. ഇത് ചട്ടിയിൽ വെച്ചിട്ട് പാലപ്പം പോലെ അല്ല ചുടുന്നത്. നമ്മളിതൊരു കള്ളപ്പം പോലെയെന്നോ അല്ലെങ്കിൽ കല്ലപ്പം പോലെയെന്നോ, ചിലരൊക്കെ വെള്ളയപ്പം അങ്ങനെ ഉണ്ടാക്കണം. നമ്മുടെ തട്ടുദോശ പോലെ, കുട്ടി ദോശ പോലെ, കുട്ടി ദോശയുണ്ടല്ലോ ആ മോഡൽ. കോരി ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കും. പരത്തണ്ട, അത് സ്വന്തമായിട്ട് പരന്ന് വരും. ആ ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സിയിൽ അരച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു എനിക്ക് തോന്നുന്നു 1/4 കപ്പ് വെള്ളത്തിനകത്ത് ഉപയോഗിച്ചിട്ട് ആ മിക്സിയുടെ ബൗൾ കഴുകി ആ വെള്ളം കൂടി ഇരുന്ന് അത് ചേർത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും ഈ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോരി ഒഴിച്ചാൽ സ്വന്തമായിട്ട് ഇങ്ങനെ പരന്ന് വരണം. ഇത് ഇൻസ്റ്റൻ്റ് അപ്പമാണ്, മറ്റതുപോലത്തെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ വേറൊരു സ്റ്റൈലും വേറൊരു ടെക്സ്ചറുമാണ്. ഇനി മറ്റേ അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫെർമെൻറ്റഡ് അപ്പം പോലെ ആക്കിയെടുക്കണം. അതുപോലെ ഓട്ടാസൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി സോഡാപ്പൊടി ഇട്ടാൽ മതി. ഓക്കെ, ഇത് ആദ്യത്തെ. ഇത് ചെറിയ സോഫ്റ്റ് ദോശ മാതിരി ഇരിക്കും. അപ്പോൾ ഇവിടെ 2 രീതിയിലും ഇഷ്ടമാണ്, സോഡാപ്പൊടി ഇട്ടിട്ടും ഇല്ലാതെ. അപ്പോൾ 2 രീതിയിലും ഞാൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇനി കുറച്ച് മാവിൽ ഇച്ചിരി സോഡാപ്പൊടി. ഓക്കെ, ഒരു നുള്ള്. എനിക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സോഡാപ്പൊടി ഇടാതെ 2 എണ്ണം ഉണ്ടാക്കി കാണിച്ചത്. ചിലർക്ക് സോഡാപ്പൊടി ഇടുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട്. ചെറുതായിട്ടൊന്ന് കുമളയൊക്കെ വന്ന് തുടങ്ങിയിട്ട് അടയ്ക്കുക. എങ്ങനെയുണ്ട് പുതിയ അടപ്പ്? പഴയ അടപ്പിനെ നമ്മൾ പുതുക്കിയിരിക്കുന്നു. ഓക്കെ, നമ്മുടെ അപ്പച്ചട്ടിയുടെ അടപ്പിൻ്റെ ഇത് പോയി. അത് കാരണം ഒരു കമ്പ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. ഇൻസ്റ്റൻ്റ് അപ്പം എന്നുള്ള നിലയ്ക്ക് ഇതൊരു നോക്കിയാൽ ഒരു ദോശ പോലത്തെ ഒരു ടെക്സ്ചറാണ്, സോഫ്റ്റായിട്ടുള്ള ദോശ ടെക്സ്ചർ. ഇതെങ്ങനെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ എനിക്കങ്ങനെ ഇഷ്ടം. ഇത് കുറച്ചുകൂടെ ഒരു സോഫ്റ്റർ വേർഷനാണ്. ശരിക്കുള്ള ഒരു അപ്പത്തിൻ്റെ തന്നെ സെയിം ഫോർമാറ്റിലേക്ക് പോകും. ഇത് സോഡാപ്പൊടി ഇട്ടാൽ, ഒരല്പം സോഡാപ്പൊടി ഇട്ടാൽ ഇങ്ങനെ വരും. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ചുട്ട് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഏകദേശം ഒരു 10 ഇൻസ്റ്റൻ്റ് അപ്പത്തിന് ഉണ്ടാവും ഓൾമോസ്റ്റ്. ഓക്കെ, കറി എനിക്ക് തോന്നുന്നു 10 അപ്പത്തിനല്ല കൂടുതൽ കഴിക്കാനുണ്ട്. അപ്പോൾ ബാക്കി കറി വരാണെങ്കിൽ രാത്രി ചപ്പാത്തിക്കും എടുക്കാമല്ലോ. അതാണ് ഇത്. കറി ഏതാണ്ട് ഒരു 8 പേർക്ക് കഴിക്കാം. ഇത് നമുക്കൊരു 4 പേർക്ക്. 1 കപ്പ് റൈസല്ലേ ഇട്ടിട്ടുള്ളൂ.
2 കപ്പ് ഇട്ടാൽ അതിന് ഡബിൾ 10-16 അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ തട്ട് ദോശയൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ ആ ഒരു ഫീലോട് കൂടി കഴിച്ചാൽ മതി, ഒരു ദോശ സ്റ്റൈലിൽ. എന്നാൽ അപ്പത്തിൻ്റെ രുചിയുള്ളൊരു ദോശ പോലെ, അതായത് മറ്റേ ശരിക്കുള്ളൊരു അപ്പം ആ ഒരു സ്റ്റൈലല്ല, വ്യത്യാസമുണ്ട്. ഇത് ഇൻസ്റ്റൻ്റ് അല്ലേ, പിന്നെ പുളിക്കില്ല, അങ്ങനത്തെ പുളി അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ സാധാരണ അപ്പത്തിന് ചെയ്യുന്ന പോലെ അടച്ച് ഇട്ട് തന്നെ വേവിക്കണം നിർബന്ധമില്ല കേട്ടോ. അല്ലാണ്ട് ഓപ്പണാക്കി ഇട്ടാലും ഇതുപോലെ കുമളയൊക്കെ വരും, അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ അടച്ചിടാണ്ട് ഉണ്ടാക്കിയതാണ്. ശരി, ഇതുപോലെ ഇച്ചിരി ഒന്ന് തെറിക്കും, അത്രേ ഉള്ളൂ. അത് അപ്പത്തിന് മാറ്റിയാൽ മതി. ആൻഡ് ദ ലാസ്റ്റ് ഓക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ ഞാനിതിങ്ങനെ കടുക് താളിച്ച ഫോട്ടോ എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാനിതൊന്ന് ഇളക്കിയെടുത്തത്, ആ താളിപ്പെല്ലാം ഇതിനകത്തേക്കായി. ആഹാ, സോ നൈസ്, നല്ല മണം, നല്ല ഇറച്ചിക്കറിയുടെ ഒരു മണമാണ് വരുന്നത്. നല്ല മീറ്റ് മസാലയൊക്കെ ചേർത്ത്, നമ്മൾ ഈ ഗരം മസാലയൊക്കെ ചേർത്തില്ല. അപ്പോൾ ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു നോൺ വെജ് കഴിക്കുന്ന ഫീൽ കിട്ടും. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക്, വെജിറ്റേറിയൻസിന് അതൊന്നും പേടിക്കണ്ട, ഇറ്റ്സ് എ പ്യുവർ വെജിറ്റേറിയൻ തിങ്. എന്തായാലും ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു കറി നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ അപ്പത്തിന് ഉണ്ടാക്കിയില്ല, ഇടിയപ്പത്തിനും നല്ലതാണ്, ചപ്പാത്തിക്ക് നല്ലതാണ്, എല്ലാത്തിനും പറ്റിയൊരു സൈഡ് ഡിഷാണ്. ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് കഴിക്കാമല്ലേ. ഒരപ്പം എടുക്കുന്നു. ഈ അപ്പം കാണുന്നുണ്ടല്ലോ ടെക്സ്ചർ. ഇത് നമ്മൾ ഒരു നുള്ള സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്, ഇത് ഇടാത്തതാണ്. ഇറ്റ്സ് വെരി നൈസ്. ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ നോക്കി, നോ പ്രോബ്ലം. മറ്റിങ്ങനെ ഈ കുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഒരല്പം കറി ഒഴിക്കാം. വാവ്, ഒരു 2 അപ്പത്തിന് ഇത് ധാരാളം മതിയാവും, ഇത്രയും കറി എടുക്കട്ടെ. ഇതിൻ്റെ അകത്തെ ടെക്സ്ചർ നോക്കിയേ, സാധാരണ ആ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണുന്നത് പോലെ അകത്തിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദേ കാണുന്നുണ്ടല്ലോ. യെസ്, അപ്പോൾ സോഡാപ്പൊടി ഇട്ടും ഉണ്ടാക്കാം, സോഡാപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കാം. സോഡാപ്പൊടി ഇടുകയാണെങ്കിൽ ഒരു നുള്ളൊക്കെ ഇട്ടാൽ മതി, കൂടുതൽ വേണ്ട. കൂടുതലിട്ടാൽ അതിൻ്റെ വൈറ്റ് കളർ കിട്ടില്ല, കുറച്ച് ഡള്ളാവും. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും കൂട്ടി ഞാൻ സുഖമായിട്ട് കഴിച്ചു തുടങ്ങി. ഇത് കഴിക്കുന്ന അറിയില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും ഈ അപ്പം. കാര്യം ഒട്ടും തന്നെ ഫെർമെൻറ്റഡ് പുളിപ്പിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ, നല്ല സുഖകരമായ ഒരു ഫീലാണ്. അത്യാവശ്യം സ്പൈസി ഉരുളക്കിഴങ്ങും കറിയും നൈസ്. നിർത്താനേ തോന്നുന്നില്ല, ഞാൻ ഇത് കംപ്ലീറ്റ് കഴിച്ച് തീർത്തോട്ടെ. ഓക്കെ, എന്നിട്ട് വരാം. അങ്ങനെ അത്യാവശ്യം ഒരപ്പം കഴിച്ചു കേട്ടോ. ഇനി ബാക്കിയെല്ലാം എല്ലാവരുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഇതൊരു സിമ്പിൾ, നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഉരുളക്കിഴങ്ങ് കറിയും അപ്പം. സാധാരണ അപ്പം നമ്മൾ തലേദിവസം മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ ആട്ടി വെച്ച് ഫെർമെൻറ്റ് ചെയ്ത് ഈസ്റ്റ് ചേർത്ത്, അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ കുറച്ച് പുളിപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. പുളിപ്പിച്ച് മീൻസ് ഫെർമെൻറ്റഡ്. ഇത് ഇൻസ്റ്റൻറ്റ് അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ദിവസം ഇതായിക്കോട്ടെ. ഓക്കെ, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് തരണം. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്താ പറയുക, ഇത് പിന്നെ അപ്പം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് അപ്പം ആയതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്, നമ്മളൊരു എന്താ പറയുക, തേങ്ങാ ദോശയൊക്കെ കഴിക്കുന്ന പോലെ, കരിക്ക് ദോശയൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓക്കെ, തേങ്ങയില്ലെങ്കിൽ കരിക്കില്ലെങ്കിൽ തേങ്ങ, അങ്ങനെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, നല്ലൊരു കമൻറ്റ് തരിക. അതൊക്കെ വായിക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മുടെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് and press the bell icon and be part of Lekshmi Nair Vlogs YouTube family. But thank you so much. Thank you for watching and keep on watching Lekshmi Nair Vlogs.